ഐ ലേ പ്രോസ്ട്രേറ്റ് ബിഫോർ ദ ലോർഡ്. ഞാൻ വീണ് കിടന്നു. രണ്ട് കാര്യങ്ങൾ ഈ രാത്രി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ആ വൃദ്ധൻ എന്തിന് സീനായിയുടെ കരിമ്പാറക്കെട്ടുകളിൽ ചങ്കു പറഞ്ഞ് വീണ് കിടന്നു? ഒന്ന്, Lent is a time to remember the broken commandments. നോമ്പ് എന്ന് പറയുന്നത് ഉടഞ്ഞുപോയ പ്രമാണങ്ങളെ ഓർത്ത് വീണ് കിടക്കുന്ന കാലമാണ്. Lent is a time to remember the broken commandments. ഉടഞ്ഞുപോയ പ്രമാണങ്ങൾ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഏത് പ്രമാണങ്ങളാണ് ഉടഞ്ഞുപോയത്? ഇനിയിപ്പം നമ്മൾ കുമ്പസാരിക്കാനൊക്കെ തുടങ്ങുമല്ലോ. കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ കുമ്പസാരത്തിൽ നാം ആ തിരുനടയിൽ എന്താ പറയുന്നത്? അച്ചോ, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല, ഞാൻ അഡൽട്ടറിയിലേക്ക് വ്യഭിചാരം ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല അച്ചോ, എനിക്കൊരു പാപവുമില്ല. ഞാനും നിങ്ങളും അത് പറയാനാണ്. സത്യത്തിൽ ഇത് ആർക്കാണ് അറിയാൻ മേലാത്തത്? ഈ കുഞ്ഞുങ്ങൾ ബാഗുമായി സ്കൂളിൽ പോകുന്നവരാണ്. ബാഗൊക്കെ പൂട്ടി വെച്ചു ഇപ്പൊ ഇന്നലെ അല്ലേ? ഇതിന് പുറകിലിരിക്കുന്നവർ സ്കൂളിൽ പോയപ്പോൾ ബാഗ് ഉണ്ടായിരുന്നു? മിണ്ടു ഇല്ല. അന്നൊക്കെ തുണിസഞ്ചി ഉണ്ടായിരുന്നു അല്ലേ സ്കൂളിൽ പോയപ്പോ? അതിനു മുമ്പ് ഈ അലൂമിനിയം പെട്ടി തൂക്കി പിടിച്ച് സ്കൂളിൽ പോയവര് ഉണ്ടെങ്കിലൊന്ന് തല കുലുക്കിയാൽ മതി, വേറൊന്നും ചെയ്യണ്ട. സ്പോണ്ടിലോസിസ് ഒന്നും ഇല്ലെങ്കിൽ തല വെറുതെ കുലുക്കുക. അലൂമിനിയം പെട്ടിയൊക്കെ തൂക്കി പിടിച്ചു പോയിട്ടില്ലേ? ഉണ്ട്. അതിനു മുമ്പ് ഈ കറുത്ത റബ്ബർ ബാൻഡ് ഇട്ട് 8-9 പുസ്തകങ്ങൾ, പുതുമണം മാറാത്ത പുതിയ പുസ്തകങ്ങളുമായി ജൂൺ ആദ്യവാരം ആ കലാലയത്തിന്റെ പടി കയറിപ്പോയത് ഓർക്കുന്നുണ്ടോ? എന്തൊരാവേശമായിരുന്നു! കറുത്ത റബ്ബർ ബാൻഡിനകത്ത് ഒരു 8-10 പുസ്തകങ്ങൾ. എന്തൊരു ഉത്സാഹമായിരുന്നു! ജൂണും ജൂലൈയും കഴിഞ്ഞു, ഓഗസ്റ്റും കടന്നുപോയി, കാലവർഷവും തുലാവർഷവും പേമാരിയും പെയ്തൊഴിഞ്ഞു, ഓണപ്പരീക്ഷയും കഴിഞ്ഞു, ക്രിസ്മസും കഴിഞ്ഞു, കൊല്ലപ്പരീക്ഷ എടുക്കുന്നു, ഫെബ്രുവരി, മാർച്ച്. ഈ ഇരിക്കണ പഴമക്കാർ ആലോചിച്ച് നോക്കിക്കേ, കറുത്ത റബ്ബർ ബാൻഡ് ഇട്ട പുസ്തകക്കെട്ടിന്റെ കൊല്ലപ്പരീക്ഷ അടുത്തപ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു? ഈ ഇരിപ്പ് കണ്ട യൂറോപ്പിൽ പഠിച്ച മട്ടാണ്. നിങ്ങൾ റബ്ബർ ബാൻഡും ഇല്ല, പുസ്തകവും ഇല്ല. കൊല്ലപ്പരീക്ഷ അടുത്തപ്പോൾ ആ പുസ്തകക്കെട്ടിന്റെ അവസ്ഥ എന്തായിരുന്നു? ആദ്യത്തെ 3 പാഠം ഇല്ലായിരുന്നു, അവസാനത്തെ 3 പാഠം ഇല്ലായിരുന്നു. സത്യത്തിൽ നമ്മുടെ കൊല്ലപ്പരീക്ഷകൾ അടുത്തിരിക്കുന്നു. എന്റെ ചങ്ങാതി, എടപ്പാടങ്ങളൊന്നും കീറിയിട്ടില്ല. 6-ാം കൽപ്പന കൊല ചെയ്യരുത്. കോന്നിയിൽ നിങ്ങൾ ആരെയാണ് കൊന്നിട്ടുള്ളത്? ഇല്ല. 7-ാം കൽപ്പന വ്യഭിചാരം ചെയ്യരുത്. ദൈവം സഹായിച്ച പണിക്ക് പോയിട്ടില്ല. 8-ാം കൽപ്പന മോഷ്ടിക്കരുത്. കീറിപ്പോയിട്ടില്ല. ഉണ്ടോ? 4-ാം കൽപ്പന, 5-ാം കൽപ്പന പോയിട്ടില്ല. നമ്മുടെ കീറിപ്പോയ പാഠങ്ങൾ ഏതാണ്? 1-ാം പാഠം, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അത് വേറൊന്നുമല്ല. തമ്പുരാന്റെ സ്ഥാനത്ത് നമ്മൾ എന്തൊക്കെ എടുത്തു വച്ചോ അതൊക്കെ 1-ാം പാഠത്തിന്റെ കീറ്റലാണ്. അവസാന പാഠം, കൂട്ടുകാരന്റെ യാതൊന്നിനെയും മോഹിക്കരുത്. ദുർമോഹമാണ്, ഇന്ദ്രിയജയത്തിന്റെ കൽപ്പനയാണ്. സ്നേഹിത, അവസാന പാഠം കയറി പോയിട്ടില്ലേ? ഈ നോമ്പ് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ നമ്മള് വട്ടക്കാവ് പള്ളിയിൽ ചെന്ന് കുമ്പസാരിക്കുന്നത്, അച്ചോ കൊന്നിട്ടില്ല, മോട്ടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എടപ്പാടമൊന്നും പൊന്നു ചങ്ങാതി നിങ്ങൾക്കും എനിക്കും കയറിയിട്ടില്ല. നമുക്ക് കയറിപ്പോയത് 1-ാം പാഠമാണ്. മോശ കൽപ്പനകളുമായി താഴേക്ക് ഇറങ്ങി വരുമ്പോ കാണുന്നത് 1-ാം പാഠം കീറിപ്പോയ ജനമാണ്. ജനം തിന്നാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു, ആരാധന കോപ്രായമാക്കി മാറ്റി. മോശയുടെ അഭാവത്തിൽ സത്യത്തിൽ കുമ്പസാരിക്കേണ്ടത് കീറിപ്പോയ 1-ാം പാഠത്തെ ഓർത്താണ്, അവസാന പാഠത്തെ ഓർത്താണ്. Lent is a time to remember the broken commandments. കീറിപ്പോയ പ്രമാണങ്ങൾ. നിങ്ങൾ ലൂക്കോസ് 15 ഒരു ഉപമ വായിച്ചിട്ടില്ലേ? ഒരു സ്ത്രീക്ക് എത്ര നാണയം ഉണ്ടായിരുന്നു? പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്കും പോവാ. 10. അവൾക്ക് എത്ര എണ്ണാണ് കാണാതെ പോയത്? 1 അഫർഹാത്ത് എന്ന് പറയുന്ന ഒരു പഴയ പിതാവ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഈ സ്ത്രീ, കർത്താവ് പറഞ്ഞ കഥ വെറും ഒരു കഥയല്ല. ഈ സ്ത്രീ പഴയ നിയമ ഇസ്രായേലാണ്. 10 നാണയങ്ങൾ 10 കൽപ്പനകളാണ്. അവക്ക് നഷ്ടപ്പെട്ടത് ഒരേ ഒരു നാണയം, 1-ാം കൽപ്പന, 1-ാം നാണയം, ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്. അവർ
സത്യദൈവത്തിന്റെ സ്ഥാനത്ത് വേറെന്തൊക്കെ എടുത്തു വെച്ചു. ഒന്നാം പ്രമാണം കീറിപ്പോയപ്പോഴാണ് അടിച്ചു വാരേണ്ടി വന്നത്. ഒന്നാം പ്രമാണം കീറിപ്പോകുന്നതിന്റെ അടിച്ചുവാരലിന്റെ പേരാണ് കുമ്പസാരം. അവളൊരു വിളക്ക് കത്തിച്ചില്ലേ, ആ വിളക്കിന്റെ പേരാണ് കുരിശ്. അതിലൊരു വെളിച്ചം തെളിഞ്ഞെങ്കിൽ ആ തെളിഞ്ഞ വെളിച്ചത്തിന്റെ പേരാണ് ക്രിസ്തു. നാണയം കിട്ടി, അത് കുരിശിലെ ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ടു ദൈവസ്നേഹം. നാട്ടുകാരെ അയലൊക്കക്കാരെയും വിളിച്ചിട്ട് വൈകുന്നേരം പൊറോട്ടയും ബീഫും കൊടുത്തു. അല്ലേ? കഥ അങ്ങനെയാണ്. എല്ലാവരെയും വിളിച്ചുകൂട്ടി സന്തോഷിക്കുന്ന വീണ്ടെടുപ്പിന്റെ സന്തോഷത്തിലേക്കുള്ള ക്ഷണത്തിന്റെ പേരാണ് സുവിശേഷീകരണം. യേശു പറഞ്ഞ കഥകളൊന്നും വെറും കഥകളല്ല സുഹൃത്തെ. ഒരു ചെറിയ കഥയ്ക്കകത്ത് പഴയ നിയമം മുഴുവനുണ്ട്. ഒന്നാം പാഠം കീറിയവരുടെ കഥയാണത്. ഉടഞ്ഞുപോയ പ്രമാണങ്ങളെ ഓർത്തൊരു വൃദ്ധൻ ആ സീനായ് മലയുടെ മുകളിൽ വീണു കിടന്നു. എന്തിനാണ് ആ സ്ത്രീ കരയുന്നത്? എല്ലാവരും ചിരിക്കുന്ന ഒരു ദിവസമാണ് ഉയർപ്പ്. ഉയർപ്പിന്റെ പ്രഭാതത്തിൽ ഒരു സ്ത്രീ എന്തിനാണ് കരയുന്നത്? മഗ്ദലക്കാരി, എന്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്നെനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ കർത്താവിനെ ആരോ മോഷ്ടിച്ചേ. ഇതാണ് കഥ, ഇതാണ് അവളുടെ കരച്ചിൽ. ഉയർപ്പിൽ എന്നെ കേൾക്കുന്ന അമ്മമാരെ, പിതാക്കന്മാരെ, മഗ്ദലക്കാരിയുടെ വിലാപത്തിന്റെ എക്സ്റ്റൻഷൻ ആകേണ്ടതാണ് വലിയ നോമ്പ്. നമ്മുടെ കർത്താവിനെ ആരാണ് മോഷ്ടിച്ചത്? പള്ളിയിൽ നിന്ന് കർത്താവിന്റെ ഫോട്ടോ ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല. നമ്മുടെ കർത്താവിനെ മോഷ്ടിച്ചത് സോഷ്യൽ മീഡിയ അല്ലേ? ഫേസ്ബുക്കിന് കൊടുക്കുന്ന സമയത്തിന്റെ 1/6 പ്രാർത്ഥിക്കാൻ സമയമില്ല. വാട്സാപ്പിൽ ചെലവഴിക്കുന്നതിന്റെ 10 സമയം ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചങ്ങാതി, ആരാണ് നമ്മുടെ കർത്താവിനെ മോഷ്ടിച്ചത്? നമ്മുടെ കർത്താവിനെ മോഷ്ടിച്ചത് സോഷ്യൽ മീഡിയ, നമ്മുടെ കർത്താവിനെ മോഷ്ടിച്ചത് ഉറക്കം, നമ്മുടെ കർത്താവിനെ മോഷ്ടിച്ചത് അലസത, സീരിയൽ. എന്റെ കർത്താവിനെ ആരോ മോഷ്ടിച്ചു. ശാന്തമായിട്ട് ചിന്തിച്ചു, എവിടെ ഇരുന്ന് ആരാണ് നമ്മുടെ കർത്താവിനെ കൊണ്ടുപോയത്? എന്റെ കർത്താവിനെ ആരോ എടുത്തുകൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം മോഷ്ടിക്കപ്പെട്ടു. ഒന്നാം പാഠം കീറിപ്പോയവരാണ് നാം. നമ്മൾ ഈ ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തൊരു മതമൗലികവാദത്തിന്റെ നിറം എന്തിനാണ് അധികം ചാർത്തുന്നത്? അങ്ങനെയൊന്നും വേണ്ട. മറിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോകാതെ റബ്ബർ വെട്ടാൻ പോകുമ്പോൾ റബ്ബറായി ദൈവം. ഞായറാഴ്ച പള്ളിയിൽ പോകാതെ ചന്തയിൽ പോകുമ്പോൾ ചന്തയായി ദൈവം. വി സബ്സ്റ്റിറ്റ്യൂട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ അവർ കൺവീനിയൻസ്. നമ്മുടെ കൊച്ചു സൗകര്യങ്ങൾക്ക് വേണ്ടി തമ്പുരാനെ മാറ്റിവെക്കുന്നു. ദൈവത്തിന്റെ സ്ഥാനത്ത് എന്തൊക്കെ പകരം വരുന്നോ അതൊക്കെയാണ് അന്യദൈവം. ഒന്നാം പാഠം കീറിപ്പോയില്ലേ? എന്റെ കർത്താവിനെ ആരോ മോഷ്ടിച്ചു. നമ്മുടെ മുൻ തലമുറയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് കിട്ടുന്ന സമയത്താ. ചിലപ്പോ 6, ചിലപ്പോ 7, ചിലപ്പോ 8, ചിലപ്പോ 9:30, ചിലപ്പോ ബെഡിലിരിക്കുമ്പോഴാണ്, ഒത്തിരി തിരക്കാണ്, പ്രാർത്ഥിക്കാനായിട്ട് മറന്നുപോയി. അപ്പൊ നമുക്കറിയാം, ദൈവമേ ഇന്നത്തെ ക്ഷീണം അറിയാമല്ലോ. നാഥ നീ എല്ലാം അറിയുന്നു, ഞാനിതാ അറിയുന്നു അല്ലേ? നമ്മൾ അവിടെ ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടും. വൈകിട്ട് അങ്ങനെയാ, കിട്ടുന്ന സമയം കിട്ടിയാ കിട്ടി. രാവിലെയോ എഴുന്നേക്കുന്ന തന്നെ കുറുള എക്സ്പ്രസിന്റെ സ്പീഡിലാ. കാരണം കൊച്ചിന്റെ വണ്ടി 7:30 റോഡിൽ വരും. അടുക്കളയിലോട്ട് ഓട് കാണും, ഇടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ല. അപ്പൊ പിന്നെ 7:30 കഴിഞ്ഞ് വെക്കാം. 7:30 കഴിഞ്ഞ് നമ്മൾ കൊച്ചിനെ വിട്ടിട്ട് പ്രാർത്ഥിക്കുകയാണ്. 7:30 കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അച്ചായം പവറായി. പിന്നെ പുട്ട് വിഴുങ്ങുന്നു. കുട്ടി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പുട്ട് വിഴുങ്ങുന്നു. പിന്നെ പെട്ടുപോയി. 8 മണിയും കഴിഞ്ഞു. പിന്നെ നടന്നിട്ടില്ല. രാവിലെ കിട്ടുന്ന സമയം, വൈകിട്ട് കിട്ടുന്ന സമയം. ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, നമ്മുടെ വല്യപ്പനും വല്യമ്മയും പ്രാർത്ഥിച്ചത് എപ്പോഴാണെന്നറിയാം? കണ്ടെത്തുന്ന സമയം. അവർക്കൊരു വൈകുന്നേരം 7 മണി ഉണ്ടായിരുന്നു, 6 മണി ഉണ്ടായിരുന്നു, രാവിലെ ഒരു 5. ബാക്കി പറ, ഇവിടെ ഇരിപ്പുണ്ടോ? പോയോ? 5:30 അല്ലേ? ഒരു തലമുറ കണ്ടെത്തിയ സമയത്ത് പ്രാർത്ഥിച്ചതിന്റെ കൃപയായി കസേരയിലിരിക്കുന്നത്. നിന്റെ കൊച്ച് ഇപ്പോ അനുഗ്രഹത്തോടെ അവിടെ ജോലി ചെയ്യുന്നത്. ഒരു തലമുറ അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയതിന്റെ കൃപയാ ഞാൻ.
നിങ്ങൾ ഇനി പറയട്ടെ, നമ്മൾ കിട്ടുന്ന സമയത്തെങ്ങാണം പ്രാർത്ഥിക്കുന്നതിന്റെ കൃപയാണ് നമ്മുടെ കൊച്ചുങ്ങൾ അനുഭവിക്കേണ്ടത്. വിളിച്ചു പറയാം, കണ്ടെത്തുന്ന സമയങ്ങളുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകമുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? കഴിഞ്ഞ തലമുറയും നമ്മളും തമ്മിലുള്ള പ്രാർത്ഥനാ ഇടത്തിന്റെ ഒരു വ്യത്യാസമാണത്, സ്പേസിന്റെ വ്യത്യാസമാണ്. ഒരു തലമുറ കണ്ടെത്തിയ സമയം ഉണ്ടായിരുന്നു, അതിന്റെ അഭിഷേകമാണ് നിന്റെ കൊച്ച് രക്ഷപ്പെട്ടു പോയത്. അതിങ്ങനെ നൂൽമഴ പോലെ അനുഗ്രഹത്തിന്റെ ചാറൽ മഴ വീട്ടിലേക്ക് പെയ്തിറങ്ങി. ഇന്നിപ്പോ കിട്ടിയ സമയമാണ്. ആരോ എന്റെ കർത്താവിനെ മോഷ്ടിച്ചു. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. കൊല ചെയ്തിട്ടില്ലച്ചോ, മോഷ്ടിച്ചിട്ടില്ലോ എന്ന് കുമ്പസാരിക്കുമ്പോ എടപ്പാടം കീറിയിട്ടില്ലെന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ ഞായറാഴ്ചകളെ ആര് മോഷ്ടിച്ചു? നമ്മുടെ പ്രാർത്ഥന സമയത്തെ ആര് മോഷ്ടിച്ചു? പണ്ടൊക്കെ പള്ളിയിൽ പോകുവാൻ നേരവും സമയവും കണിശമായി കണ്ടിരുന്നു. പഴയ ഒരു വരിയാണ്. പണ്ടൊക്കെ പള്ളിയിൽ പോകുവാൻ നേരവും സമയവും കണിശമായി കണ്ടിരുന്നു. തിരക്കിന്റെ പേരിൽ ഞാൻ സൗകര്യപൂർവം ദൈവത്തിൻ കാര്യങ്ങൾ മറന്നിടുന്നു. മഗ്ദലക്കാരിയുടെ വിലാപം പോലെ. പണ്ടൊക്കെ പള്ളിയിൽ പോകുവാൻ നേരവും സമയവും കണിശമായി കണ്ടിരുന്നു. അതാണ് കണ്ടെത്തിയ സമയത്തിൻ്റെ കൃപ. ഒരു തലമുറ കണ്ടെത്തിയ സമയത്തിൻ്റെ കൃപ. തിരക്കിൻ്റെ പേരിൽ ഞാൻ സൗകര്യപൂർവം ദൈവത്തിൻ കാര്യങ്ങൾ മറന്നിടുന്നു. വി ആർ സോ ബിസി. നമ്മൾ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ നമ്മളെ തന്നെ മുക്കിക്കൊല്ലുകയാണ്. സത്യത്തില് ചങ്ങാതി, ഈ ചെയ്യുന്നത് പലതും ചെയ്യേണ്ടതാണോ എന്നുള്ളതാണ്. ചെയ്യുന്നത് പലതും ചെയ്യേണ്ടതാണോ? പിശാച് ഒരിക്കലും പറയില്ല സൂസമ്മേ പ്രാർത്ഥിക്കണ്ട, പറയില്ല. പിശാച് ഒരിക്കലും പറയത്തില്ല തോമാചായ നോമ്പ് നോക്കണ്ട. പിശാച് പറയണത് ഇങ്ങനെയാണ്, പിന്നെ ആകട്ടെ, പിന്നെ ആകട്ടെ. സത്യത്തിൽ 50 നോമ്പ് തുടങ്ങിയപ്പോ പറഞ്ഞില്ലേ പിന്നെ ആകട്ടെ. 25 പിടിക്കാനിരുന്നു, 25 പിടി കിട്ടിയിട്ടില്ല. 40 വെള്ളിയാഴ്ചക്ക് വെച്ചേക്കണവരുണ്ട്. നാണം കെട്ട കാര്യം ഉറക്കെ വിളിച്ച് പറയാറ്. ഈ 40 നോക്കിയാലും മതി, ഈ ഗുണം കെട്ട കാര്യം ഉറക്കെ പറയരുത്. പിന്നെ ആകട്ടെ. ഒരു വചനം പറയാം. അപ്പോസ്തല പ്രവൃത്തി 24, 25, 26 വചനം. സമയക്കുറവുകൊണ്ട് ഞാൻ തന്നെ പറയാണ്. പൗലോസ് അപ്പോസ്തലൻ തന്റെ സുദീർഘമായ പര്യടനങ്ങൾ, സുവിശേഷ പര്യടനങ്ങൾ, 39 നഗരങ്ങൾ, 30 രാജ്യങ്ങൾ, 3 ഭൂഖണ്ഡങ്ങൾ, അനന്തമായ സുവിശേഷ യാത്രകൾക്കൊടുവിൽ റോമിൽ തന്റെ അവസാന കാലത്തിലേക്ക് ഒരു ഹോം അറസ്റ്റ്, ഒരു വീട്ടുതടങ്കലിന്റെ പശ്ചാത്തലം. അന്ന് റോമിൽ ഒരു ഗവർണർ ഉണ്ട്, പേര് ഫെലിക്സ്. ഫെലിക്സിന്റെ ഭാര്യ യഹൂദ സ്ത്രീയാണ്, ദ്രുസിയ. യഹൂദ സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പൗലോസിനെയും അറിയാം. ഈ ദ്രുസിയ തന്റെ ഭർത്താവ് റോമൻ ഗവർണർ ആയിരിക്കുന്ന ഫെലിക്സിനോട് പറഞ്ഞു, അച്ചായ റോമിൽ ഒരു വലിയ മനുഷ്യൻ വന്നിട്ടുണ്ട്, പൗലോസ് എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കണം കേട്ടോ, ഞാൻ യോഗത്തിന് പോകുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ടോ? ഫെലിക്സ് പറഞ്ഞു, നീ പൊക്കോ, എനിക്ക് താല്പര്യമില്ല. ദ്രുസിയയുടെ നിർബന്ധം, എന്റെ പൊന്നച്ചായ ഒന്ന് കേൾക്കേണ്ടതാണ്. മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുവിനെ കുറിച്ച് അയാൾ പ്രസംഗിക്കുന്നു, പൗലോസ്. അങ്ങനെ ഫെലിക്സ് പോയില്ല. പക്ഷേ ഫെലിക്സ് പറഞ്ഞപ്പോ പൗലോസ് അപ്പോസ്തലൻ അവിടെ വന്നു. പൗലോസ് അപ്പോസ്തലൻ ഇപ്പം 10,000 പേരുണ്ടെങ്കിൽ 2 പേരുണ്ടെങ്കിൽ ഒരുപോലെ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ ഫെലിക്സിന്റെയും ദ്രുസിയയുടെ മുന്നിൽ ജീവനുള്ള കർത്താവിനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 വിഷയം പറഞ്ഞു. 1 ഇന്ദ്രിയ ജയം, 2 നീതി,
3 വരുവാനുള്ള ന്യായവിധി, ജസ്റ്റിസ്, സെൽഫ് കൺട്രോൾ, കമ്മിങ് ജഡ്ജ്മെന്റ്. ഈ 3 വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഫെലിക്സ് പറഞ്ഞു, നിർത്തണം, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോ വിളിപ്പിക്കാം. ഗോ അവേ ഫോർ ദ പ്രസന്റ്. പൗലോസേ, പുറത്തേക്കുള്ള വഴി അതാണ്. ഗോ അവേ ഫോർ ദ പ്രസന്റ്. ഇപ്പൊ പോകാം, നിർത്തിക്കോളൂ താങ്കളുടെ പ്രസംഗം. when I have an opportunity, I will send for you. ഒരവസരം കിട്ടുമ്പോ വിളിപ്പിച്ചോളാം. പൗലോസ് അപ്പോസ്തലൻ തന്റെ ഇടത്തോടെ മറുവഴി ഇറങ്ങിപ്പോയി. കോന്നിക്കാരെ, ബൈബിളിൽ എവിടെയും പൗലോസ് അപ്പോസ്തലനോ ആരുടെയോ പ്രസംഗം കേട്ട് ഫെലിക്സ് യേശുവിലേക്ക് വന്നു എന്ന് വചനം പറയുന്നില്ല. പക്ഷെ അയാൾ പറഞ്ഞത് ഇപ്പൊ താല്പര്യമില്ല, അവസരമുള്ളപ്പോ വിളിപ്പിക്കാം. ഈ നോമ്പിൽ നമ്മളിൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, തൽക്കാലം പോകാം, when I have an opportunity? വരട്ടെ. പറഞ്ഞിട്ടുള്ളവർ ഈ കസേരയിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 2025 സഹോദരി, when I have an opportunity, എനിക്കൊരു അവസരം കിട്ടുമെങ്കിൽ നോക്കാം, നോമ്പ് നോക്കാം. അവസരമുള്ളവർ ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഇനി കിട്ടുമെന്ന് ഉറപ്പുള്ളവർ ഉണ്ടോ? ഹോസ്റ്റലിലുള്ള മക്കളോട് മമ്മി പറയാണ്, മോളെ അവിടുത്തെ രീതി കൊണ്ട് പറ്റില്ല നോമ്പ് നോക്കാൻ. അല്ല മമ്മി, ഞാനൊന്ന് നോക്കട്ടെ. അല്ല, മോക്കത് പറ്റില്ല, ഈ വർഷം നോമ്പ് നോക്കണ്ട. അകലങ്ങളിലുള്ള ചെറുപ്പക്കാരനോട് അമ്മ പറയാണ്, നീ അവിടെ പാടാ കുഞ്ഞെ, നീ നോമ്പ് നോക്കണ്ട, ഈ വർഷം നോക്കണ്ട, ഈ വർഷം നോക്കണ്ട. കൊച്ചു തയ്യാറാണ് ഹോസ്റ്റലിൽ, നീ സമ്മതിക്കുന്നില്ല. ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ, when I have an opportunity, എനിക്കൊരു അവസരം കിട്ടുമ്പോ ആട്ടെ എന്ന് പറഞ്ഞ ഫെലിക്സിന് മേലൊരവസരം കിട്ടിയിട്ടില്ല. ഇന്ന് രാത്രി കോന്നിയിൽ എന്റെ വചനം കേൾക്കുന്നവരെ, ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്നവരെ, ഒരവസരം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? Go away for the present. തൽക്കാലം പോകാം. പിശാച് ഒരിക്കലും പറയത്തില്ല നോമ്പ് നോക്കണ്ട. പിശാച് ഒരിക്കലും പറയില്ല പ്രാർത്ഥിക്കണ്ടെന്ന്. പിന്നെ ആട്ടെ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുട്ടികൾ, ഇവിടുത്തെ യുവജനങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അവര് എത്ര എനിക്കൊന്നു റോബിനും ഷാരോണും ഒക്കെ എത്ര തവണ എന്നെ വിളിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഈ കുഞ്ഞുങ്ങൾ എത്രമാത്രം കൃത്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു നോമ്പ് കാലത്തിന്റെ കൃപയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്നെല്ലാം ഒറ്റ ക്ലിക്കിൽ കൈവരുന്ന കാലമാണ്. ഒറ്റ ക്ലിക്കിൽ പ്രണയമുണ്ട്. ഒരു ലൈക്ക് അടിച്ചാൽ മതി, എപ്പോ വേണമെങ്കിലും ഇറങ്ങി വരാൻ തയ്യാറാണ്. ഒറ്റ ക്ലിക്കിൽ സെക്സ് ഉണ്ട്, ഒറ്റ ക്ലിക്കിൽ ഭക്ഷണമുണ്ട്. സ്വിഗ്ഗിയും സൊമാറ്റോയും വീട്ടിൽ വരും, അടുപ്പും കത്തിക്കണ്ട, നമുക്ക് സൗകര്യമാണ്. മോളെ വല്ല ഓർഡർ ചെയ്തെന്നാണ് പറയണത്. ഒറ്റ ക്ലിക്കിൽ എല്ലാം കിട്ടുന്ന കാലത്താണ് 50 ദിവസം ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇവിടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ എന്റെ പൊന്നച്ചോ, ഇത് മുടിഞ്ഞ ലേഖാണ്. ഇത് എന്റെ ഭാഷയല്ല, നമ്മുടെ പിള്ളേരുടെ ഭാഷയാണ്. ഇത് മുടിഞ്ഞ ലേഖാണ് 50 ദിവസം. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കണം. ഒരു നീണ്ടകാലത്തിന്റെ നോമ്പ് കാലമാണ്. പിന്നെ ആകട്ടെ, when I have an opportunity എന്ന് പറഞ്ഞ ഫെലിക്സ് പിന്നെ വന്നിട്ടില്ല. കണ്ടെത്തിയ സമയം, കിട്ടിയ സമയം, നമ്മുടെ ദൈവം മോഷ്ടിക്കപ്പെട്ടു. നമ്മുടെ ദൈവം മോഷ്ടിക്കപ്പെട്ടു. മോശ ഏറ്റവും കോപിച്ചത് ഇസ്രായേൽ മക്കൾ കൊല ചെയ്തതിനല്ല, ഇസ്രായേൽ മക്കൾ മോഷണം നടത്തിയതിനല്ല. 1-ാം പാഠം കീറി ജനത്തോട്, അഹറോനോട്. ആദ്യായത്തിലെങ്ങും ഇസ്രായേൽ മക്കൾ മറ്റു ദേവന്മാരിലേക്ക് പോയതായിട്ട് പറയുന്നില്ല. മറിച്ച് ജനത്തിന്റെ ദൈവബോധത്തെ അവരുടെ ഇഷ്ടമനുസരിച്ച് അഹറോൻ ഫ്രെയിം ചെയ്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് യഹോവയ്ക്ക് ഉത്സവം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് പുറപ്പാട് 32 ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും ഉണ്ട്, പക്ഷെ എന്റർടൈൻമെന്റ് എക്സ്ട്രാ ആഡ് ചെയ്തു. നമ്മുടെ പെരുന്നാളിലും നടക്കുന്ന ഇതാണ്. കുർബാനയുണ്ട്, പ്രസംഗമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കുറച്ച് എന്റർടൈൻമെന്റ് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യും. അതിനകത്തെല്ലാം കാണും. എന്നോട് കോപിക്കരുത്. പുറപ്പാട് 32 പറയുന്നു ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കുറച്ചുകൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു. ഇത് യഹോവയ്ക്ക് ഉത്സവം എന്ന് അഹറോൻ പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ ഒരു ഉത്സവം ഇല്ല. 3 ഉത്സവമേ അവർക്കുള്ളൂ ദൈവത്തിന്റെ വിധി പ്രകാരം. നമ്മളും പറയുന്നത് എങ്ങനെയാണ്? ഇത് പുതിയ ഉത്സവമാണ്, പുതിയ പെരുന്നാളാണ്, ഒരു ഇടവകയിലും തുടങ്ങാത്ത പെരുന്നാളാണ്, നമ്മളാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. കൊള്ളാം. അതിൻ്റെ കൂടി എന്റർടൈൻമെന്റും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക. ശൂന്യത നികത്താനുള്ള ശ്രമം ആരാധനയിലെ കോപ്രായമായി മാറ്റി. നമ്മുടെ സുറിയാനിക്കാരന്റെ ആരാധനയിൽ സംഭവിച്ചത് അതാ. ശൂന്യത നികത്താനുള്ള ശ്രമം ആരാധനയിലെ കോപ്രായമായി. നമുക്ക് ഈ നോമ്പും ഈ രീതികളും ഒക്കെ പിതാക്കന്മാര് ശീലിപ്പിച്ചതാണ്.
അല്ലേ? നമ്മൾ ഇന്ന് ശീലം മാറ്റുക. ദാവീദ് എന്താ ചെയ്തത്? ഗോലിയാത്തിനോട് പോരാടാൻ പോയപ്പോ പടച്ചട്ടയും ബുള്ളറ്റ് പ്രൂഫ് ഇട്ടു. അത് ഇട്ടോണ്ട് ഈ കൊച്ചു ഇറക്കന് നടക്കാൻ വയ്യ. ദാവീദ് എല്ലാം അഴിച്ചു വെച്ചു. എന്നിട്ട് തോട്ടിൽ നിന്ന് എത്ര കല്ലെടുത്തു? 5 കല്ല്. ഒറ്റ കാര്യമുള്ളൂ, ശീലമല്ലാത്തത് അഴിച്ചു വെച്ചപ്പോൾ, ശീലിച്ചത് സ്വീകരിച്ചപ്പോൾ ദാവീദ് പിശാചിനെ ജയിച്ചു. പാകമല്ലാത്തത് ശീലിക്കാൻ ശ്രമിച്ച് നമ്മുടെ ആധ്യാത്മികത ഒരു വഴിക്കാകുകയാണ്. ദാവീദ് ശീലമല്ലാത്തത് അഴിച്ചു വെച്ചു. വീണ്ടും പറയട്ടെ, പത്രോസും ഈ ശിഷ്യന്മാര് ചങ്ങാതിമാരെല്ലാരും കൂടെ പെസഹാരാത്രിയിൽ കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര വാളുണ്ട് പിള്ളേരെ? അപ്പൊ അവര് പറഞ്ഞു 2 വാളുണ്ട്. അത് മതിയോ? വേറൊരു പൊരുളി ചോദിച്ചതാണ്. അപ്പൊ അതെടുത്തു. ഈ പത്രോസിന് നല്ല ഉന്നമായതുകൊണ്ട് മൽക്കോസിന്റെ ചെവിയെ പോയുള്ളൂ. നല്ല ഉന്നമായിരുന്നു പുള്ളിക്ക്. ഒറ്റ കാര്യമുള്ളൂ, ശീലമല്ലാത്തൊരു പത്രോസ് എടുത്തപ്പോ അതിന്റെ അർത്ഥം വേറെയാ. ദാവീദേ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ പാറ്റൻ ടാങ്ക് വേണ്ട, കല്ലുമതി. പത്രോസേ, ദൈവം കൂടെ ഇല്ലെങ്കിൽ വാളുണ്ടായിട്ടും കാര്യമില്ല. ദാവീദേ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ കല്ലുമതി മോനെ. പത്രോസേ, ദൈവം കൂടെ ഇല്ലാത്തവന്റെ കയ്യിൽ വാളുണ്ടായിട്ടും കാര്യമില്ല. സൈന്യത്താലല്ല, ശക്തിയാലല്ല. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയം, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ. അതുകൊണ്ട് ഒരു നോമ്പുകാലത്ത് സുറിയാനി ക്രിസ്ത്യാനികളോട് എനിക്ക് ശക്തമായി പറയാനുണ്ട്. പിന്നെ ആകട്ടെ എന്ന് മാറ്റിവെക്കുന്ന നമ്മുടെ ജീവിതത്തോട് പറയുകയാണ്, ശീലിച്ചതാണ് നമ്മളിത്. ശീലമല്ലാത്ത ചിലതൊക്കെ പലയിടത്തും നടക്കും. ആ വലിയ കെട്ടിടത്തിന്റെ മുകളിൽ പന്തലിട്ടിട്ട് അല്ലേ വലിയ ആരാധന നടക്കും. മറ്റേ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന പുള്ളി സ്നാനപ്പെട്ടതിൻ്റെയാ. അവിടെ പോയിരുന്ന് നീ ഹല്ലേലൂയ പറയല്ലേ. ശീലമല്ലാത്തവന്റെ കയ്യിൽ വാള് കിട്ടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പാടും, എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ മേലാൽ. ശുദ്ധനും ശീലയില്ലാത്തോനും ചേർന്നു വരികയില്ല. എന്താണ് പാടിയത്? ദൈവമേ, ഞാൻ നിശ്ചയിക്കാണ് എന്നലങ്കാരം എനിക്ക് ശീലിച്ചത്, അതുകൊണ്ട് ശീലിക്കാത്തതൊന്നും മേലാൽ. എന്നില ശുദ്ധനും ശീലയില്ലാത്തോനും ചേർന്നു വരികയില്ല. എന്തൊരു അനക്കമില്ല, അതൊരു പാടിക്കോളൂ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവിനി വന്നെന്നിൽ ഇന്നും അധിവസിക്കാം. ദാവീദേ, ശീലമല്ലാത്തത് മാറ്റിവെച്ചു, കല്ല് മതി. പത്രോസേ, ശീലമല്ലാത്തത് ഗുണപ്പെട്ടിട്ടില്ല. ഞാൻ വീണ് കടന്നു. വീഴാതിരിക്കാൻ വേണ്ടി വീണ് കിടക്കുന്ന കാലത്തിന്റെ പേരാണ് നോമ്പ്. മോശ അവിടെ പ്രാർത്ഥിച്ചത് 4 കാര്യമോ സഹോദരങ്ങളെ? 40 ദിവസം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ഭാഗം വായിക്കണം. ആവർത്തനം 9:26. 4 കാര്യമോ പ്രാർത്ഥിച്ചത്. 1, നിന്റെ ജനത്തെ നശിപ്പിക്കരുത്. 2, ദൈവമേ ഞങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കണമേ. 3, ദൈവമേ സമൂഹത്തിൽ നിന്നയാക്കരുതേ. 4, നിന്റെ ജനത്തിന്റെ ശഠതയും പാപവും ഓർക്കരുതേ. നിങ്ങൾ ശ്രദ്ധിച്ച്, 4 പ്രാർത്ഥനയാണ്. ഈ നോമ്പ് കാലത്തും അതല്ലാതെ എന്ത് പ്രാർത്ഥിക്കാൻ? നിന്റെ ജനത്തെ നശിപ്പിക്കരുത്. ഈ പരിശുദ്ധ നോമ്പിലെ മുഴുവൻ സദറാകളും പ്രൊമിയോനുകളും വായനകളും ആരാധനയും ഒക്കെ ചേർത്ത് വെച്ചാൽ ഒരൊറ്റ വരിയേ ഉള്ളൂ. ദൈവമേ, നിന്റെ കോപത്തിൽ ഞാൻ നശിക്കരുതേ, നിന്റെ ക്രോധത്തിൽ ഞാൻ നശിക്കരുതേ, മരിക്കരുതേ. അത്രേ ഉള്ളൂ.
പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്തെ മോശയുടെ പ്രാർത്ഥനയാ, നിന്റെ ജനത്തെ നശിപ്പിക്കരുതേ, ഞങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കണമേ, സമൂഹത്തിൽ ഞങ്ങളെ നിന്നയാക്കരുതേ, നിന്റെ ജനത്തിന്റെ ശഠതയും പാപവും ഓർക്കരുതേ. നോക്കൂ, നിങ്ങൾ വീട്ടിൽ പോയി ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം കൂടെ അവിടെ ഉണ്ട്. ആ പ്രാർത്ഥന കൺക്ലൂഡ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാം മോശ? കർത്താവേ, ഞങ്ങൾ നിന്റെ ജനവും കൈപ്പണിയുമല്ലോ. ഞങ്ങൾ നിന്റെ ജനവും, അതിന്റെ അർത്ഥം എന്തെന്നറിയാം? എല്ലാ പ്രാർത്ഥനയ്ക്കുമുള്ളൊരു മെസ്സേജാണത്. ഓരോ പ്രാർത്ഥനയിലും നമ്മൾ കണ്ടെത്തേണ്ടത് ഐഡന്റിഫൈ ദ ഐഡന്റിറ്റി എന്നാണ്. നമ്മുടെ പ്രിവിലേജും ഐഡന്റിറ്റിയും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നെ നോക്കൂ, മോശ പറയാണ്, ഞങ്ങൾ നിന്റെ ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനം. ആ ജനത്തിനു വേണ്ടി മോശ he identify the identity, സ്വന്തം പ്രിവിലേജ്. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, നമ്മുടെ പ്രാർത്ഥനയുടെ ഐഡന്റിറ്റി, നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? നമ്മുടെ ഐഡന്റിറ്റി ഓരോ കുർബാന കഴിഞ്ഞിട്ടും മാത്യു അച്ഛൻ ഓർമ്മിപ്പിച്ചു വിടും. അവസാനം ഓർമ്മിപ്പിക്കും, പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മായാൽ മുദ്രയിടപ്പെട്ടവരെ. നമ്മുടെ ഐഡന്റിറ്റി മാമോദീസായ. വീണ്ടും ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരെ, നമ്മുടെ ഐഡന്റിറ്റി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഉണർവ് ഗീതങ്ങൾക്കകത്ത് കാണത്തില്ല, പക്ഷേ നമസ്കാരമേശമേൽ പുസ്തകം ഇരിപ്പുണ്ട്, പാമ്പാക്കുട നമസ്കാരം, മറ്റു പുസ്തകങ്ങൾ. അതിനകത്ത് പറയും, മാമോദീസായുടെ വെള്ളം എന്നിൽ സ്ഥിതി ചെയ്യുന്നയ്യോ, കന്യകമറിയാമിൻ മകനേ, കരുണ ചൊരിഞ്ഞിടണമിപ്പോൾ. എന്താ? മാമോദീസായുടെ വെള്ളം, എന്റെ കർത്താവേ, പരിശുദ്ധ മാമോദീസായുടെ വെള്ളം എന്റെ ദേഹത്തുണ്ട്. മാമോദീസായുടെ വെള്ളം എന്നിൽ സ്ഥിതി ചെയ്യുന്നയ്യോ. അതാണ് പ്രിവിലേജ്. കന്യകമറിയാമിൻ മകനേ, കരുണ ചൊരിഞ്ഞിടണമിപ്പോ. നിങ്ങളാ നമ്മുടെ വീട്ടിലിരിപ്പുണ്ടോ പാമ്പാക്കുട നമസ്കാരം? കൊട പലതും ഉണ്ട്, ബോബിക്കുട്ടൻ ജോൺസ്, അതല്ല. ഈ പുസ്തകങ്ങൾ, അതിനകത്ത് വീണ്ടും പാടുകയാണ്, ഓർക്കണമേ നിൻ തിരുഗാത്രം ഭക്ഷിച്ചവനാണല്ലോ ഞാൻ. എന്റെ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ കുർബാന അകത്തുണ്ടല്ലോ. അതാണ് പ്രിവിലേജ്. ഓർക്കണമേ നിൻ തിരുഗാത്രം ഭക്ഷിച്ചവനാണല്ലോ ഞാൻ. ബാക്കി, കന്യകമറിയാമിൻ ഉണർവിൻ വരം ലഭിപ്പാൻ. എനിക്കറിയാം, അത് കളിയാക്കാനാണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പാടാത്തത്. അതാണെങ്കിൽ ഇപ്പൊ ഇവിടെ തിമിർത്തേനെ. അതുകൊണ്ട് ഈ പുസ്തകമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ ആ മെമ്പറായുടെ എല്ലാ രണ്ടാമത്തെ 2 വരികളും കന്യമറിയാമൻ മകനെ കരുണ ചൊരിഞ്ഞിടണം. ഇപ്പോ ആദ്യത്തെ 2 വരി അച്ചായം പാടേട്ടെ, രണ്ടാമത്തെ 2 വരി പിള്ളേരും അമ്മാമയും കൂടെ പാട് ഈ നോമ്പ് കാലത്ത്. ഏത്? ഓർക്കണമേ നിൻ തിരുഗാത്രം ഭക്ഷിച്ചവനാണല്ലോ ഞാൻ. ഒരു സുറിയാനി ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഐഡന്റിറ്റിയാ. മോശ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക, ഞങ്ങൾ നിന്റെ ജനമല്ലോ. കന്യകമറിയാമിൻ മകനേ, കരുണ ചൊരിഞ്ഞി. സന്ധിക്ക് എന്താ പ്രാർത്ഥിക്കുന്നത്? മോചനയോഗ്യതയില്ലെങ്കിലും, ഒരു ഞരക്കം പോലും ഇല്ല, ആരോട് പറയാനിത്? മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും
നിൻ തിരുമയും രക്തവും ഓർത്തന്നേ കൃപ ചെയ്യുക. ആ പാട്ടിനകത്ത് എന്താ? നമ്മുടെ പ്രിവിലേജ് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. മോശ പ്രാർത്ഥിക്കുന്നു, നിന്റെ ജനത്തെ നശിപ്പിക്കാതിരിക്കാൻ, നിന്റെ ജനം പട്ടുപോകാതിരിക്കാൻ. ദൈവമേ, ഞങ്ങൾ നിന്റെ ജനമാണെന്നുള്ളത് മറന്നു പോകരുത്. ഐഡന്റിഫൈ ദ ഐഡന്റിറ്റി. ഇതാണ് നോമ്പിലെ പ്രാർത്ഥന. ഞാൻ വീണ് കിടന്നു. ധൂർത്തപുത്രൻ അല്ലേ? അയാൾ എഴുന്നേറ്റു എന്നൊരു വാക്കുണ്ടല്ലോ ലൂക്കോസ് 15. എഴുന്നേറ്റെങ്കിൽ അതിനർത്ഥം അയാൾ വീണു പോയി എന്നാണ്. ആ കഥയിലെ ഏറ്റവും മനോഹരമായ പദമാണ് സുബോധം, പ്യുവർ കോൺഷ്യസ്നെസ്, ശിവം, മൂന്നാം കണ്ണ്, തൃക്കണ്ണ്, ശുദ്ധബോധം, ആത്മവിഷയ സംബന്ധമായ ബുദ്ധി, പണ്ഡ എന്നൊക്കെ പറയും. പണ്ഡിതൻ, പണ്ഡ, മൂന്നാം കണ്ണാണ്. സുബോധം, അതൊരു വെളിച്ചമാണ്. അവന് സുബോധം വന്നിട്ട് അവൻ എഴുന്നേറ്റു. അപ്പന്റെ വീട്ടിലേക്ക് പോയില്ലേ? പ്രിയപ്പെട്ടവരെ, അകലങ്ങളിൽ ഒരു കുഞ്ഞു വീണുപോയതിന്റെ കാരണം എന്താ? നിങ്ങൾ പറ. മുടിയൻ പുത്രന്റെ കഥയിൽ ഒരു കുറവുണ്ട്. എന്തിന്റെ കുറവാണെന്നറിയാം? ആ കഥയിൽ അമ്മയില്ല. അമ്മയുള്ള വീട്ടിൽ ഏത് കുട്ടിയാണ് വീണു പോവുക? അല്ല, നല്ല അമ്മയുള്ള വീട്ടിൽ ഏത് കുട്ടിയാണ് വീണു പോവുക? ധൂർത്തപുത്രൻ വീണുപോയ ദേശം ലൂക്കോസ് 15 എഴുതിയിരിക്കുന്നത് എ ഡിസ്റ്റന്റ് പ്ലേസ് എന്നാണ്. ബോധപൂർവമാണ്. പല കഥകളിലും സ്ഥലനാമങ്ങൾക്ക് പേരുള്ള സ്ഥലനാമങ്ങളുള്ളപ്പോ മുടിയൻ പുത്രൻ വീണുപോയ സ്ഥലം ദൂരദേശം. മനഃപൂർവ്വമാണ് തമ്പുരാൻ അത് പറഞ്ഞത്. ഈ കാലത്ത് നിന്റെ കൊച്ചിന്റെ ദൂരദേശം ഏതാ? എന്റെ കൊച്ചിന്റെ ദൂരദേശം ഏതാ? ബാംഗ്ലൂരാണോ? മുംബൈ ആണോ? കോയമ്പത്തൂരാണോ? ഡൽഹിയാണോ? എറണാകുളമാണോ? തിരുവനന്തപുരമാണോ? നമ്മുടെ കൊച്ചുങ്ങൾ, നമ്മുടെ കുട്ടികളായിരിക്കുന്ന ഇടങ്ങളൊക്കെ ദൂരദേശമാണ്. അവിടെ നിന്റെ കുട്ടി വീണു പോകാതിരിക്കണമെങ്കിൽ വീട്ടിൽ വീണ് കിടക്കുന്നൊരമ്മയുണ്ടാകണം, അപ്പനുണ്ടാകണം. മോശ പറയുന്നു, ഐ ലേ പ്രോസ്ട്രേറ്റ് ബിഫോർ ദ ലോർഡ് ത്രൂ ഔട്ട് ദ 40 days and nights. ഞാൻ വീണ് കിടന്നു. ധൂർത്തപുത്രന്റെ കഥയുടെ കുഴപ്പം, എന്നെ കേൾക്കുന്ന പൊന്നുപോലുള്ള അമ്മമാരെ ഞാൻ പറയട്ടെ, വീട്ടിൽ ഒരമ്മയില്ലാത്തത് കൊണ്ടാണ് അകലങ്ങളിൽ ഒരു കുട്ടി വീണുപോയത്. നല്ല അമ്മയുള്ള വീട്ടിൽ ഏത് പ്രവാസത്തിലും ഒരു കുഞ്ഞും തകരില്ല. ഞാൻ ചോദിക്കട്ടെ, പുറപ്പാട് 17 ഒരു സംഭവമുണ്ട്. മോശ ആ പർവ്വതത്തിന്റെ മുകളിൽ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ താഴ്വരയിൽ ഇസ്രായേൽ ജയിക്കുകയാണ് അമലേക്കരോട്. ആ കൈ ഉയർന്നിരുന്നാൽ മതി. താഴ്വരയിലെ യുദ്ധക്കളത്തിലെ ആയുധങ്ങളല്ല, അകലങ്ങളിലെ പർവ്വതത്തിന്റെ മുകളിൽ ഒരു വൃദ്ധന്റെ കയ്യാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീട്ടിൽ പ്രാർത്ഥനാപ്പായിൽ നമ്മുടെ കൈ, മാതാപിതാക്കളുടെ കരങ്ങൾ തമ്പുരാന്റെ സന്നിധിയിൽ ഉയരുമ്പോൾ അകലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജയിക്കും. ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ എറണാകുളത്ത് കൂട്ടുകാരുമൊത്ത് ആ ചെറിയ ഇരുട്ടിന്റെ മറവിൽ ചീയേസ് പറഞ്ഞ് ചുണ്ടോടടുപ്പിക്കുന്ന നുരഞ്ഞു പൊന്തുന്ന ഗ്ലാസ് നിന്റെ കുട്ടി പപ്പായെറിഞ്ഞ സങ്കടപ്പെടുമെന്ന് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ഒരു ഓർമ്മ മനസ്സിലുണ്ടായിട്ട് താത്തുവെക്കുമെങ്കിൽ ഉണ്ടാവുമോ? അരുതാത്തൊരു ബന്ധത്തിലേക്ക് നിന്റെ കുട്ടി അതിരുവിട്ട് ചാറ്റ് ചെയ്യുമ്പോ മമ്മി അറിഞ്ഞ സങ്കടപ്പെടുമെന്ന് നിന്റെ കുട്ടിക്ക് തോന്നുമോ? നമ്മുടെ കുട്ടികൾ ഏത് ദൂരദേശത്താണ്? എന്നെ നോക്കൂ, എന്നെ നോക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൂരദേശത്ത് വീണു പോകാതിരിക്കട്ടെ. അകലങ്ങളിൽ ഒരു മകൻ വീണുപോയി, കാരണം വീട്ടിൽ വീഴാൻ ആളില്ല. മോശ വീണ് കിടന്നു. എന്നെ കേൾക്കുന്ന അമ്മമാരെ, പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കല്ലേ. ഈ നോമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീണ് കിടക്കേണ്ടതാണ്. ധൂർത്തപുത്രൻ അയാൾ അപ്പന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് 5 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു. നമ്മളൊക്കെ നാട്ടുകാർക്കിട്ട് ചോദിക്കും പല കാര്യങ്ങളും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ he made a question paper for himself. അയാൾക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു. ഒന്നാമത്തെ ചോദ്യം, എനിക്കെന്ത് പറ്റി? വാട്ട്സ് റോങ് വിത്ത് മീ? നമ്മളൊക്കെ നാട്ടുകാരോട് ചോദിക്കും, സാറാമ്മ എന്നെ പറ്റി? ഞാൻ കുറെ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു, പള്ളി വരുമ്പോഴും പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും ഒക്കെ നിനക്ക് എന്നെ പറ്റിയടി? നാട്ടുകാരോടൊക്കെ നമ്മൾ ചോദിക്കും, നിനക്ക് എന്നെ പറ്റി?
ഇന്ന് വരെ ഈ താടി കൈ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഐറ്റം എനിക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്കെന്ത് പറ്റി? ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്കെന്തു പറ്റി എന്ന് ചോദിക്കുന്ന വെട്ടത്തിന്റെ പേരാണ് സുബോധം. ധൂർത്തപുത്രൻ അയാളോട് തന്നെ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, വേർ ഡിഡ് ഐ കെയിം ഫ്രോം? ഞാൻ ഇവിടെ നിന്ന് പോന്നു. അപ്പന്റെ വീട്ടിൽ നിന്ന് കൂട്ടുകാരിലേക്ക്, കൂട്ടുകാരിൽ നിന്ന് ദൂരദേശത്തേക്ക്, അപരിചിതരിലേക്ക്, അവസാനം പന്നിയുടെ താഴെ. ഞാൻ എവിടെ നിന്ന് പോന്നു? വിട്ടുകളഞ്ഞ ചില കൃപകളെ കുറിച്ച് ബോധം. ഞാൻ എവിടെ നിന്ന് പോന്നു? അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അയാൾ അതിന് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. അയാൾ തന്നെ ചോദിക്കണം. 3, എന്റേതെല്ലാം എവിടെ? വെർ ഈസ് ഓൾ മൈൻ? എന്റേതെല്ലാം എവിടെ? ഞാൻ ഇങ്ങനെ മോതിരം ഉണ്ടായിരുന്നു, ഒരു നല്ല ഓവർകോട്ട് ഉണ്ടായിരുന്നു, പുത്രത്വത്തിന്റെ പദവി ഉണ്ടായിരുന്നു, എത്ര പ്രിവിലേജസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നുമില്ലാത്ത ഒരു പഥികനായി ഞാൻ നിൽക്കുന്നു. എന്റേതെല്ലാം എവിടെ? നഷ്ടപ്പെട്ടു പോയ കൃപകളെ കുറിച്ചുള്ള ബോധം. ധൂർത്തപുത്രൻ സ്വയം ചോദിക്കുന്ന 4ാമത്തെ ചോദ്യം, ഞാൻ ഇപ്പോഴെവിടെയാ? ഈ പന്നിയുടെ ഇടയിലാണല്ലോ കിടക്കുന്നത്. കിടക്കുന്ന നികൃഷ്ടത സ്വയം അറിയുക. നമ്മൾക്കതറിയില്ലല്ലോ. ആരുടെ കൂടെ പോയിരിക്കാനും നമുക്കൊരു പ്രശ്നമില്ല. ആര് ചെറുത് മേടിച്ചു തരാന്ന് പറഞ്ഞാലും വൈകിട്ട് കൂടെ പൊക്കോളൂ. ആരുടെ കൂടെ പോയിരുന്ന ഒരു പരിപാടിക്ക് നമുക്ക് മടിയില്ല. കിടക്കുന്ന പന്നിക്കൂട്ടത്തെ കുറിച്ച് ഓർമ്മ വന്നു എന്നുള്ളതാണ്. വേറാമൈ നൗ? ഞാൻ ഇപ്പൊ എവിടെയാ? ധൂർത്തപുത്രൻ 5ാമത് ചോദിച്ചു സ്വയം, എന്തിനു വന്നു? ഇതിന്റെ വല്ല ആവശ്യവും എനിക്കുണ്ടായിരുന്നു? പന്നി തിന്നുന്ന തവിട് പോലും കിട്ടിയില്ലെന്നുള്ളതാണ്. തവിട് ആടുജീവിതത്തിലെ നജീബിന്റെ അവസ്ഥയായി. ന്യായപ്രമാണം പറയുന്നത് ഈ ഉഴുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്നാണ്. ഈ നില ഉഴുന്ന കൂട്ടത്തിൽ വല്ല പുല്ലോ പോച്ചയോ കണ്ടാൽ അത് കഴിച്ചോട്ടനെ, അതൊരു ഔദാര്യമാണ്. ഉഴുന്ന കാളയ്ക്ക് അത് കെട്ടരുതെന്നാണ്. പക്ഷേ മുടിയൻപുത്രന് പന്നി വേസ്റ്റാക്കി എച്ചിലും കിട്ടിയില്ല, തവിടും കിട്ടിയില്ല. ന്യായപ്രമാണത്തിന്റെ ചില്ലറ നീതി പോലും അയാൾക്ക് കിട്ടിയിട്ടില്ല. എനിക്കെന്തു പറ്റി? ഞാൻ എവിടെ നിന്ന് പോന്നു? എന്റേതെല്ലാം എവിടെ? ഞാൻ ഇപ്പോഴെവിടെ? എന്തിനു വന്നു? അത് കഴിഞ്ഞപ്പോ ധൂർത്തപുത്രൻ എഴുന്നേറ്റു. അപ്പന്റെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരാണ് നോമ്പ്. അയാൾ അപ്പന്റെ വീട്ടിലേക്ക് നോക്കുക. അകലങ്ങളിലെ അപ്പൻ എനിക്ക് മതിയായവനെന്ന ഓർമ്മപ്പെടുത്തലിന്റെ പേരാണ് നോമ്പ്. 1ാമത്തെ ചിന്ത ഞാൻ അവിടെ നിർത്തുകയാണ്. Lent is a time to remember the broken commandments. 1ാം പാഠം കീറിയവർ വീണ് കിടക്കേണ്ടേ. എൻ്റെ തമ്പുരാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എവിടെയാണ്? മഗ്ദലക്കാരിയുടെ വിലാപം. ധൂർത്തപുത്രൻ അകലെ എവിടെയോ വീണുപോയി. നമ്മുടെ കുഞ്ഞുങ്ങൾ വീണുപോകുന്നൊരു കാലമാണ്. അമ്മമാർ, അപ്പന്മാർ, ഈ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ ഇത് പറഞ്ഞത് കണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾ യാഥാർത്ഥ്യവും ഫിക്ഷനും കൂടിക്കുഴഞ്ഞ വെബ് സീരീസുകൾക്ക് മുന്നിലാണ്. ഏതാണ് സത്യമെന്ന് അവർക്കറിയില്ല. ചോരമണക്കുന്ന സിനിമകളാണ് അവർക്ക് ഇഷ്ടം. മാർക്കോ പോലെ ഹിംസയിലൂടെയാണ്, വയലൻസിലൂടെയാണ് ഹീറോയിസം തരപ്പെടുക എന്നാണ് അവർ പഠിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആരൊക്കെ അവരെ ധരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ ഗുരുക്കന്മാരാരാണ്? നിശ്ചയമായും അമ്മയപ്പനും അല്ല, അധ്യാപകരും അല്ല, യൂട്യൂബർമാരാണ്, വ്ളോഗർമാരാണ്. പരീക്ഷ വന്നു, പരീക്ഷയ്ക്ക് അങ്ങനൊന്നും പഠിക്കേണ്ട, സെലക്റ്റീവായ ചില ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി എന്നാണ് വ്ളോഗർ പറയുക. ആരാണ് നമ്മുടെ കുട്ടികളുടെ ഗുരുക്കന്മാർ? ജീവനില്ലാത്ത ഉപകരണങ്ങളിലേക്ക് ഗുരുത്വം കൂടുമാറിയ കാലം. അകലങ്ങളിൽ മക്കൾ വീണു പോകാതിരിക്കാൻ. അമ്മയില്ലാത്തൊരു കുട്ടിയാണ് വീണുപോയത് ദൂരദേശത്ത്. ധൂർത്തപുത്രൻ. എന്നെ കേൾക്കുന്ന അമ്മേ, എന്നെ കേൾക്കുന്ന അപ്പ, ഇത് ആവർത്തന 9ന്റെ പശ്ചാത്തലം തന്നെയല്ലേ കാലം. നമ്മുടെ മക്കൾ അകലങ്ങളിൽ വീണു പോകാതിരിക്കാൻ വീണ് കിടക്കേണ്ട കാലമാണ്. മോശ പറയുന്നു, I lay prostrate before the Lord throughout the 40 nights and 40 days.
2, മോശ എന്തിനാണ് വീണ് കിടന്നത്? രണ്ടാമത്തെ ഉത്തരം, ആ വൃദ്ധൻ വീണ് കിടന്നത് കരുണാവാതിലിന്റെ പൂട്ട് കണ്ണുനീർത്തുള്ളി കൊണ്ട് തുറക്കാനാണ്. അത് നിന്നുകൊണ്ട് പറ്റില്ല, ഇരുന്നുകൊണ്ടും പറ്റില്ല. കരുണാവാതിലിന്റെ പൂട്ട്, മേഴ്സി ഡോർ എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെയുണ്ട് വേദശാസ്ത്രത്തിൽ. കരുണാവാതിൽ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് പലപ്പോഴും. അത് തുറക്കാൻ ഒറ്റത്താക്കോലേ ഉള്ളൂ, കണ്ണുനീർത്തുള്ളി. ആ വൃദ്ധൻ വീണ് കിടന്നത് കരുണാവാതിലിന്റെ പൂട്ട് കണ്ണുനീർത്തുള്ളി കൊണ്ട് തുറക്കാനാണ്. ആ പൂട്ട് തുറക്കാൻ നിന്നോണ്ട് പറ്റില്ല. അതിനാണ് നമ്മൾ ഈ 40 നോമ്പിന്റെ ഉച്ചയ്ക്കും മറ്റും കർത്താവേ കരുണ തോന്നണമേ, കുറിയലായിസോൻ കുറിയലായിസോൻ. വീഴുകയാണ്. ഞാൻ വീണ് കിടന്നു. കരുണാവാതിലിന്റെ പൂട്ട് കണ്ണുനീർത്തുള്ളി കൊണ്ട് തുറക്കാൻ വീണ് കിടക്കുക. നമ്മുടെ കുട്ടികൾ PSCക്കും മറ്റും പഠിക്കുന്ന ലളിതമായ ചോദ്യങ്ങളുണ്ട്. കേരളത്തിൽ അറബിക്കടലിന്റെ സ്വപ്നം കണ്ട് പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികൾ, കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ, കബനിയും ഭവാനിയും പാമ്പാറും ഒക്കെ. എന്നാൽ ഒരു PSC പുസ്തകത്തിലും ഇല്ല മേലോട്ടൊഴുകുന്ന പുഴയുണ്ടോ? ഇല്ലേ. അത് ഈ പുസ്തകത്തിലുണ്ട്. നിന്റെ കണ്ണുനീർ. ഇതെല്ലാം റംബാച്ചൻ ആദ്യം ഒറ്റ വരികളിൽ പറഞ്ഞു. ഞാനാണ് അതുകൊണ്ട് പറഞ്ഞാണ് ഈ വിഷയത്തിന്റെ മുന്നാസ്വാദനമായിരുന്നു. നിന്റെ കണ്ണുനീർ ഞാൻ എൻ്റെ തുരുത്തിയിൽ പറയൂന്നേ. ഏത് പുഴയും ഒരു കടലിൽ ചേരണ്ടേ? അല്ലേ? പിള്ളേർക്കറിയാം ഇലവലിഞ്ഞ് പുഴ ആർക്കണ്ടുള്ളതാണെന്നൊക്കെ പറയണില്ലേ? ഏത് പുഴയും ഒരു കടലിൽ ചേരണ്ടേ? കണ്ണുനീരുന്ന പുഴ എവിടെ ചേരുക? കണ്ണുനീർ താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ, ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. എന്താ കണ്ണുനീർ താഴ്വര? പറഞ്ഞോട്ടെ. കണ്ണുനീർ താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ, ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. കൃപയണീക്കുമേ ബലം പകർന്നിടുമേ, മറമധുരമായി തീർത്തിടുമേ. നന്മയല്ല ഒന്നും ചെയ്തിടാത്ത തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം വഹിക്കുന്നവൻ, പുതുജീവൻ പകരുന്നവൻ. കരുണാവാതിലിന്റെ പൂട്ട് വീണ് കിടന്ന് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ, കണ്ണുനീർത്തുള്ളി കൊണ്ട്. മോശ കയറിപ്പോയപ്പോ താഴ്വരയിൽ 3000 പേരുടെ മരണം നടന്നിട്ടുണ്ട്. ചോരമണക്കുന്ന താഴ്വരയിൽ നിന്ന്, കബന്ധങ്ങളുടെ ദുർഗന്ധമുള്ള താഴ്വരയിൽ നിന്ന് ഒരു വൃദ്ധൻ കരുണയ്ക്ക് വേണ്ടി കയറുക. 10,000 പേര് മരണപ്പെട്ട സെമിത്തേരിയുടെ ഈ പശ്ചാത്തലത്തിൽ നിന്ന്, ചോരമണക്കുന്ന ഇരുണ്ട താഴ്വരയിൽ നിന്നൊരു വൃദ്ധൻ കയറിപ്പോയിട്ട മലയുടെ മുകളിലെ കരിമ്പാറക്കെട്ടിൽ കബന്ന് കിടക്കുക. കരുണ കരുണ കരുണ. ഈ ഭൂമിയിലെ സകല പ്രാർത്ഥനകളും കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലവിളിയാ, അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ പ്രപഞ്ചത്തിലെ സകല പ്രാർത്ഥനകളും കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളികളാണ്. ബൈബിളിൽ 546 തവണ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് ക്രോധം. എന്താണ്? പറയൂ. കോപം അല്ല, ക്രോധം. കോപം ആങ്കറാണ്. ക്രോധം റാത്താണ്. WRATH റാത്താണ്. ക്രോധം കോപം എന്താ വ്യത്യാസം? കോപത്തിന്റെ മേളിൽ കോപം നീങ്ങിപ്പോയേക്കാം, പക്ഷെ ക്രോധം ദൈവത്തിന് പാപത്തോടുള്ള വെറുപ്പിന്റെ പേരാണ് ക്രോധം. ദൈവത്തിന് പാപത്തോടുള്ള വെറുപ്പിന്റെ പേരാണ് ക്രോധം. വീണ് കിടന്നേ പറ്റുള്ളൂ, അല്ലേ? മോശ അവിടെ വീണ് കിടക്കുകയാണ്. സ്നേഹമുള്ളവരെ,
വീണ് കിടക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താ? ദൈവത്തിന് പാപത്തോടുള്ള വെറുപ്പ് ക്രോധമാണെങ്കിൽ, ഇനി ഞാൻ പറയുന്ന വരി, ആ ക്രോധത്തിന്റെ ക്യാൻവാസിലാണ് ദൈവം കരുണയുടെ ചിത്രം വരച്ചത്. ഒരു ദിവസം ധ്യാനിക്കാനുള്ളതുണ്ട് ആ ഒറ്റ വരി. ക്രോധത്തിന്റെ ക്യാൻവാസിലാണ് ദൈവം കരുണയുടെ ചിത്രം വരച്ചത്. മോശ ഇങ്ങനെ കയറി ചെന്ന് ഇങ്ങനെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ ദൈവം ഇങ്ങനെ മോശ ചേർത്ത് പിടിക്കുന്നുണ്ട്. എബ്രായർ 4:14 പറയുന്ന പോലെ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ആരൊക്കെ നിന്നെ മറന്നാലും, ആരൊക്കെ നിന്നെ വെറുത്താലും, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ, ഒരു വേള പോലും പിരിയില്ല ഞാൻ. എന്താ? ക്രോധത്തിന്റെ ക്യാൻവാസിൽ ആ വരികൾ വീണ്ടും നമുക്ക് പാടേണ്ടിയിരിക്കുന്നു. യോനയുടെ പുസ്തകം അവസാനിക്കുമ്പോൾ കണ്ണു നനയുന്ന ഒരു ചെറുവാക്കുണ്ട്. നിനിവേയുടെ മേലുള്ള ദൈവക്രോധത്തിന്റെ ആസുര താണ്ഡവം കാണാൻ കുടിലും കെട്ടി കാത്തുകിടന്ന യോനയോട് തമ്പുരാൻ ചോദിക്കുന്നുണ്ട്, മക്കളെ 1,00,000 വലം കൈയും ഇടം കൈയും തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരോട് എനിക്ക് കരുണ തോന്നരുതോ? ഓ, ആ വാക്കേതെന്നറിയാം? ചില്ലുവാനും, ചില്ലറ. ആ ചില്ലറയ്ക്കകത്ത് വരുന്ന ഒരാളാണ് നിൽക്കുന്നത്. നിങ്ങളും അത് തന്നെ. ചില്ലറയുടെ പ്രത്യേകത എന്താ? ഇപ്പൊ വലിയ പള്ളികളിലൊക്കെ കുരിശടി എന്നൊക്കെ എണ്ണുമ്പോഴുണ്ടല്ലോ, വഞ്ചി എടുത്ത് എണ്ണുമ്പോൾ 500ഉം 100ഉം 50ഉം ഒക്കെ എണ്ണും. 10ന്റെ നാണയം എണ്ണും, 5ന്റെ നാണയം ഉണ്ട്. ഈ 50 പൈസയുടെ ഒക്കെ കൂട്ടിക്കെട്ടി അവിടെ വെക്കും ട്രസ്റ്റി. പിന്നെ ഒരുമിച്ചൊക്കെ എണ്ണും, ചിലപ്പോൾ അവിടെ വെച്ചേക്കും, പിന്നെ എണ്ണുള്ളൂ. ഈ ചില്ലറയൊന്നും എപ്പോഴും കണക്കി വരുന്നതല്ല. ചില്ലറ ഒരു 50 പൈസ ഒരു കണ്ടക്ടർ തിരിച്ചു തരാനുണ്ടെങ്കിൽ നമ്മളിപ്പോ ചോദിക്കാറില്ലല്ലോ. ചില്ലുവാനം, ആ ചില്ലറക്കകത്തുള്ളവരാ നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവക്രോധത്തിന്റെ ക്യാൻവാസ് ആണ് യോനയുടെ പുസ്തകം. ആ ക്യാൻവാസിലാണ് തമ്പുരാൻ കരുണയുടെ ചിത്രം വരച്ചത്. പ്രിയപ്പെട്ടവരെ, ലൂക്കോസ് 12 നമ്മുടെ തമ്പുരാന്റെ ഒരു ചോദ്യമുണ്ട്. 2 കാശിന് എത്ര കുരുവിയാ? എന്താ നിശബ്ദതയാണ്. 5 കുരുവി വിൽക്കുന്നില്ലേ? ഈ കരുണയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് 5 കുരുവി. ഈ കണക്കിനകത്ത് കോന്നിക്കാർ എന്തെങ്കിലും വിഷയമുണ്ടോ? ഒരു വിഷയവും ഇല്ല. ഇത് തീർന്നു കിട്ടിയാൽ മതിയല്ലേ. 2 കാശിന് 5 കുരുവി, വല്ല വിഷയമുണ്ടോ? ആരെങ്കിലും പറ. ഇല്ല. എന്താ ചെയ്യാനാണ്? അപ്പൊ 1 കാശിന് എത്ര കുരുവിയാ? പറയൂ. 2 കാശിന് 5 കുരുവി. അപ്പൊ 1 കാശിന് എത്ര? 2.5. നമ്മൾ ഈ ഉപകരണങ്ങളിലിട്ട് ഇടപെട്ട് ജീവനില്ലാത്ത ചിന്തയുള്ളൂ. കുരുവി എങ്ങനെ 2.5 ആവും? 1 കുരുവി 2. 1 കാശിന് 2 കുരുവിയേ ഉള്ളന്നേ. സാമച്ചനോട് പണ്ടേ എങ്ങനെയാണ് പുള്ളി, ഇങ്ങനെ ചില മെതടൊക്കെ ഉള്ള ആളാണ്. 1 കാശിന് 2 കുരുവിയാണല്ലോ അല്ലേ. 5 കിലോ സവാള 100 എന്ന് പറയുമ്പോൾ കുറെ ഓടില്ലേ? 3 കിലോ മേടിച്ചാൽ 50 രൂപ കിട്ടുമോ? അതും അറിയില്ലല്ലോ. കിട്ടില്ല. നീ 5 മേടിക്കണത് കൊണ്ടാണ് എത്ര കിട്ടുന്നത്. മേടിച്ചോ. 1 കാശിന് 2 കുരുവിയേ ഉള്ളൂ. അതും ദിനോറോ അല്ല. ബൈബിൾ പറയുന്ന അസാറിയോൺ എന്ന് പറയുന്ന നാണയമാണ്. അസാറിയോൺ എന്ന് പറഞ്ഞാൽ 6 അസാറിയോണാണ് 1 ദിനോറോ എന്ന് പറഞ്ഞാൽ പൊടിച്ചില്ലേ. 50 പൈസയുടെ വിലയില്ലേ. ആ 1 അസാറിയോണ് 2 കുരുവി, 2 അസാറിയോണ് 4 കുരുവി. പക്ഷെ 2 അസാറിയോണ് മേടിക്കുന്നത് കൊണ്ട് 5th one is extra. 5ാം കുരുവിയാണ് ഈ കസേര. ഞാൻ തമ്പുരാന്റെ മുമ്പിൽ കണ്ണ് നനഞ്ഞ് ചങ്കത്ത് കടിച്ചോണ്ട് പറയണം, തമ്പുരാനെ, കണക്ക് നോക്കിയിരുന്നെങ്കിൽ 1 കണക്കിനകത്തും വരേണ്ടവരല്ല നമ്മൾ. സംശയമുണ്ടോ? ഇല്ല. 1 കണക്കിനകത്തും അങ്ങനെ ഒന്നും നമ്മൾ ജീവിക്കാൻ പറ്റിയിട്ടില്ല.
പക്ഷേ ഐ ആം ദ ഫിഫ്ത്ത് സ്പാരോ. ലൂക്കോസ് 12 പറയുന്ന ഐ ആം ദ ഫിഫ്ത്ത് സ്പാരോ, ഞാനാണ് ആ 5-ാം കുരുവി. യോനായുടെ പുസ്തകത്തിന്റെ സമാപന ഭാഗം ആ ചില്ലറയിൽ അപ്പാ ഞാനുണ്ട്. ഇതാണ് ബൈബിള് തരുന്ന ബലം. 5-ാം കുരുവി. ആരൊക്കെ നിന്നെ മറന്നാലും, ആരൊക്കെ നിന്നെ വെറുത്താലും, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേള പോലും പിരിയില്ല ഞാൻ. ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേള പോലും പിരിയില്ല ഞാൻ. എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. മനോഹരമായ പാട്ടിന്റെ വരികൾ അവിടെ നിന്ന് ആരൊക്കെ മൂളുന്നു. എന്തിനാണ് മൂളുക? ഉറക്കപ്പാടൂ. ഈ രാത്രി കൃപയുടെ രാത്രിയാകട്ടെ. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോൾ, ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം. ക്രോധത്തിന്റെ ക്യാൻവാസിലാണ് ദൈവം കരുണയുടെ ചിത്രം വരച്ചത്. എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ നിന്നെ കൂടെയില്ലേ. കരുണ, കരുണ, ആ നനവാണ് ജീവിതം. 2-3 ആഴ്ച മുമ്പ് വൈകുന്നേരം 4-5 കുട്ടികൾ ഒരുമിച്ച് വീട്ടിൽ പറയാതെ പുഴയിൽ കുളിക്കാൻ ഇറങ്ങി. പരീക്ഷയുണ്ട് പിറ്റേന്ന്, +2. അതിലൊരു കുട്ടി ചെളിയിൽ മുങ്ങി തീരത്ത്. 4 കൂട്ടുകാരും ഉണ്ടയിട്ടോടി. വീട്ടിൽ പോയി അവര് മുറികളിലേക്ക് പോയി, അവരുടെ മുറികളിലേക്ക്. 4 വീടുകളിൽ അവർ പരീക്ഷയ്ക്ക് പഠിച്ചു. പിറ്റേന്ന് പരീക്ഷയാണ്. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെ കാണാണ്ട് അവൻ്റെ മൊബൈലിൻ്റെ ആ ഒരു പരിധിയൊക്കെ തപ്പിച്ചെന്നപ്പോൾ അവനവിടെ മൃതശരീരം തീരത്തുണ്ട്. ചെളി ശ്വാസകോശത്തിൽ കയറി അധികം വെള്ളം കുടിക്കേണ്ടി വന്നില്ല, മുങ്ങിപ്പോയില്ല, മരണപ്പെട്ട. സന്ധ്യ വാങ്ങിയ നേരത്ത് ആ 14-16 വയസ്സുള്ള കുട്ടിയുടെ മൃതശരീരം കിട്ടി. ഓർത്തഡോക്സുകാരനാണ്, അടക്കവും കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, കൂടെയുള്ള പ്രാണസ്നേഹിതൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ നിലവിളിക്കാനുള്ള വിദ്യാഭ്യാസം പോലും കിട്ടാത്ത കുട്ടി എന്നെ പരീക്ഷയാണ് എഴുതുന്നത്. എന്തു പരീക്ഷയ്ക്കാണ് പഠിക്കുന്നത്? നമ്മുടെ കുട്ടികൾ ഹ്യൂമനോയിഡ്, AI, എത്ര പുതിയ പദങ്ങൾ ഉപയോഗിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹ്യൂമനോയിഡുകളുടെ കാലം, സാങ്കേതിക വിദ്യയുടെ പെരുവെള്ളപ്പാച്ചൽ. നല്ലതാണ്, നല്ലതാണ്. ടെക്നോളജിയോട് ഇടപെട്ട് കൂട്ടുകാരൻ മരണവെപ്രാളം തല്ലുമ്പോഴും ഒന്ന് കരയാൻ പോലും അനുവദിക്കാത്ത വിദ്യാഭ്യാസം. അമ്മ, അപ്പൻ, ചോദിക്കട്ടെ ഞാൻ, എന്നെ പരീക്ഷയ്ക്കാടോ നമ്മുടെ പിള്ളേർ പഠിക്കുന്നേ? എന്ത് പരീക്ഷയ്ക്കാണോ നമ്മുടെ മക്കൾ പഠിക്കുക? പുതിയ പദങ്ങൾ ഒത്തിരി ഉപയോഗിക്കട്ടെ, പക്ഷേ കരുണ, ആ പദം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് പോയി, നമ്മുടെ പുസ്തകങ്ങളിൽ നിന്ന് പോയി. ഓടി നടന്ന് കൊല്ലുകയാണിപ്പോ. ചുറ്റിക ഒന്നും വേണ്ടെന്നിപ്പോ.
ആർദ്രത, ആ വാക്കിന്റെ ഈർപ്പം പോയി. സ്നേഹം, ആ വാക്കിന്റെ തണുപ്പ് പോയി. പുതിയ കുറെ പദങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വൃദ്ധൻ ഹിംസയുടെ താഴ്വരയിൽ നിന്ന് 3000 പേരുടെ ചോര മണക്കുന്ന ഇടത്തുനിന്ന് ഒരു മലയുടെ മുകളിൽ കയറി കമന്നു വീണ് കിടക്കുക. ഈ താഴ്വര കോന്നിയാണ്, എന്റെ നാടാണ്, കേരളമാണ്. ഇത് വല്ലാത്തൊരു ഗതികെട്ട കാലമാണ്. ഹിംസയുടെ കാഹളം, ആസ്വാദനത്തിന്റെ ആഘോഷങ്ങളുടെ ലഹരി ഞരമ്പുകളിൽ കൂട്ടി നമ്മുടെ കുട്ടികൾ തിമിർത്തു പെയ്യുകയാണ്, വളരുകയാണ്. കമ്മീഷനുകൾ ഒത്തിരിയുണ്ട്. ബാലാവകാശവും മനുഷ്യാവകാശവും വനിതാവകാശവും ഒക്കെ ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു വൃദ്ധൻ ഹിംസയുടെ താഴ്വരയിൽ മുകളിൽ കയറി കമന്നു കിടക്കാണ്. അപ്പാ, നിന്റെ ജനത്തെ നശിപ്പിക്കല്ലേ. അമ്മമാരെ, ഞാനൊരു നോമ്പിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു വെച്ചതാണ്. ഇസ്രായേൽ മക്കൾ, പുറപ്പാട് 2:23 വചനമാണ്. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. ദൈവം അവരെ ഓർത്തു, ദൈവം അവരെ അറിഞ്ഞു. ഒരു വരി സ്നേഹപൂർവ്വം പറഞ്ഞു നിർത്തിക്കോട്ടെ. ദൈവം ഒരാളെ ഓർക്കാനുള്ള ഐഡന്റിറ്റി കാർഡാണ് ഒരാളുടെ നെടുവീർപ്പ്. നെടുവീർപ്പും കരച്ചിലും തമ്മിലുള്ള വ്യത്യാസം എന്താ? അകത്തേക്കുള്ള കരച്ചിലിന്റെ പേരാണ് നെടുവീർപ്പ്. പുറത്തേക്ക് കരഞ്ഞാൽ ആരെങ്കിലും കാണും എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട്? പുറത്തേക്ക് കരയാനാകാത്ത നിസ്സഹായതയുമായി അകത്തേക്ക് കരയുന്നവർ നിങ്ങളുടെ അടുത്തിരിപ്പുണ്ട്, നമുക്കറിയില്ല. അകത്തേക്കുള്ള കരച്ചിലിന്റെ പേരാണ് നെടുവീർപ്പ്. ഗതികെട്ടവന്റെ കരച്ചിലാണ് നെടുവീർപ്പ്. ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ടു, ദൈവം അവരെ ഓർത്തു, ദൈവം അവരെ അറിഞ്ഞു. മനസ്സിൽ കുറിക്കുക, ദൈവം ഒരാളെ ഓർക്കാനുള്ള ഐഡന്റിറ്റി കാർഡാണ് എന്ത്? നെടുവീർപ്പ്. അത് മതിയാവും. ഞാൻ 40 രാവും 40 പകലും വീണ് കിടന്നു. ഉടഞ്ഞുപോയ പ്രമാണങ്ങളെ ഓർത്ത്, കീറിപ്പോയ 1 പാഠങ്ങളെ ഓർത്ത് വീണ് കിടക്കുന്ന കാലമാണ് നോമ്പ്. 2, കരുണാവാതിലിന്റെ താക്കോൽ കണ്ണുനീർ തുള്ളി കൊണ്ട് തുറക്കാൻ വീണ് കിടക്കുന്ന കാലമാണ്. വീണാലേ പറ്റുള്ളൂ. ഇത്രമേൽ നിങ്ങൾ വചനത്തെ ശ്രദ്ധിച്ചല്ലോ, ഇത്രമേൽ നിങ്ങൾ വചനത്തെ പരിഗണിക്കുന്നല്ലോ. നന്ദി.